പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ UDF പ്രതിഷേധം. കേരളത്തെ ചവിട്ടിത്താഴ്ത്താൻ വന്ന വാമനന്റെ രൂപത്തിലാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് KPCC പ്രസിഡന്റും വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായ സണ്ണി ജോസഫ് പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിനെതിരെ UDF എംപിമാർ സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെയിൽവേ ഡിവിഷൻ വിഭജനം പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ വലിയ പ്രതിഷേധം ഉണ്ടാവുമെന്ന് കണ്ടാണ് സമ്മേളനം കഴിഞ്ഞ ഉടൻ അർദ്ധരാത്രിയിൽ പ്രഖ്യാപനം നടത്തിയത്. ഏകപക്ഷീയമായ വിഭജനത്തിലൂടെ ഫെഡറൽ തത്വ ലംഘനവും കേരളത്തോട് കാണിച്ച കടുത്ത അനീതിയുമാണ് നടന്നത്. മംഗലാപുരത്തെ മൈസൂർ ഡിവിഷനിൽ യോജിപ്പിക്കുന്നത് കൊണ്ട് റെയിൽവേക്ക് നേട്ടമുണ്ടാകില്ല. ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് ആഴ്ചയിൽ ആകെ 10 സർവീസുകൾ മാത്രമാണുള്ളത്. അതേസമയം കേരളത്തിൽ നിന്ന് ആളുകളും ചരക്ക് വാഹനങ്ങളുമായി നിരവധി സർവീസുകളാണുള്ളത്. മംഗലാപുരം വേർപെടുത്താനുള്ള തീരുമാനം കേരളത്തിലെ റെയിൽവേ വികസനം തകർക്കുന്നതാണെന്നും അദ്ദേഹം ആരോപിച്ചു. കേരളത്തിന്റെ പൊതുവായ ആവശ്യത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് BJPയിലെ ചിലർ വിരുദ്ധ അഭിപ്രായം പറയുന്നത് ഖേദകരമാണ്. ഡിവിഷൻ വിഭജനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്നത് സൂചനാ സമരമാണ്. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കും. പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. ET മുഹമ്മദ് ബഷീർ MP അധ്യക്ഷത വഹിച്ചു. മറ്റു എംപിമാരായ VK ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ, രാജ്മോഹൻ ഉണ്ണിത്താൻ, MK രാഘവൻ, ബെന്നി ബെഹനാൻ, മന്ത്രി KA തുളസി, MLA രമേശ് പിഷാരടി തുടങ്ങി നിരവധി കോൺഗ്രസ് നേതാക്കളും പങ്കെടുത്തു.